ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ന്യൂസ് ചാനലിലെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ലഹരിയാണ്. നമ്മൾ ഏതൊരു കേസ് നോക്കിയാലും ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ലഹരിയിലാണല്ലോ. ഇപ്പോഴത്തെ ന്യൂസ് എല്ലാം അങ്ങനെയാണല്ലോ. അതിൽ നമുക്ക് ഒത്തൊരുമിച്ച് പോരാടാൻ ഗൈസ്. ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഗൈസ്. ഇപ്പോൾ സീസണലായിട്ട് നിൽക്കുന്ന മെഥിലിൻ ഡയോക്സി മെത്ത് ആംഫിറ്റമൈൻ അഥവാ ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് കാരണമാകുന്ന ഒരു ലഹരി മരുന്നാണ് ഈ MDMA എന്ന് പറയുന്നത്. സിന്തറ്റിക് ഡ്രഗ്സ് വിഭാഗത്തിൽപ്പെടുന്ന ലഹരി വസ്തു മോളി എക്സ്റ്റഡി MDMA എന്ന വിളിപ്പേരുകളിൽ അറിയപ്പെടുന്നു. ചികിത്സാ രംഗത്ത് ഇത് ഉപയോഗിക്കുന്നതിന് സ്വീകാര്യത ലഭിച്ചിട്ടില്ല. നിശാപാർട്ടികളിൽ പങ്കെടുക്കുന്നവരാണ് ഇവ കൂടുതലായി ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ നേരം ലഹരി നിൽക്കുന്നതിന് കാരണം സംഗീത മേഖലകളിലും നൃത്ത പരിപാടികളിലും ഈ ലഹരി മരുന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് നമുക്ക് വരുന്നത് ഇവയുടെ ഉപയോഗം മൂലം ഹൃദ്രോഗം, കാർഡിയാക് ഡിസീസസ് ഉണ്ടാവും, ഓർമ്മക്കുറവ്, വിഷാദരോഗം, പരിഭ്രാന്തി, മനോനില തകരാറിലാകൽ, കാഴ്ചക്കുറവ് എന്നിവയ്ക്കിടയാക്കുന്നുണ്ട് ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം മൂലം. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ദുരുപയോഗ ലക്ഷണങ്ങൾ അറിയാം. ചുരുങ്ങിയ കൃഷ്ണമണികളും ചോരക്കണ്ണുകളും, വിളർച്ച, ഭാരക്കുറവ്, ഭക്ഷണം, ഉറക്കം എന്നിവയുടെ രീതികളിൽ മാറ്റം, ശരീരത്തിൽ പോറലുകളും മുറിപ്പാടുകളും, വ്യക്തി ശുചിത്വം പാലിക്കാൻ വിമുഖത, കൂട്ടുകെട്ടുകളിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയുള്ള രഹസ്യ സ്വഭാവം, പ്രിയപ്പെട്ടതായിരുന്ന പലതിലും താല്പര്യക്കുറവ്, ഉത്തരവാദിത്വം ഇല്ലായ്മ, ആത്മനിന്ദ, ആത്മവിശ്വാസക്കുറവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മ, അടിക്കടി മാറുന്ന വൈകാരികാവസ്ഥ, അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ, മടി, ക്ഷീണം, രോഷം, ആകാംക്ഷ, വിഷാദം, അപകട സാധ്യതകൾ ഗവനിക്കാതെയുള്ള എടുത്തുചാട്ടം, സ്വയം ഉപദ്രവിക്കാൻ ശ്രമിക്കുക, അക്രമം, മോഷണം, കുറ്റകൃത്യങ്ങൾ ഇവയെല്ലാം ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ്. ഇത് ഉപയോഗിക്കുന്നവരുടെ മെയിനായിട്ടുള്ള 3 ലക്ഷണങ്ങളാണ്. ഇതിന് ചികിത്സ അത്യാവശ്യമാണെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഫസ്റ്റാണ് ഉപയോഗിക്കുന്ന മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ അളവ് ക്രമേണ കൂടിക്കൂടി വരിക. ചിന്തകളിലും പ്രവൃത്തികളിലും മദ്യം, മയക്കുമരുന്ന് എന്നിവയോട് ആശ്രയത്വം ഉണ്ടാകുക. തേർഡ് വണ്ണാണ് ലഹരി ഉപയോഗിക്കാതിരിക്കുമ്പോൾ പനി, ജലദോഷം, വെപ്രാളം, വിറയൽ എന്നിവ ഉൾപ്പെടുന്ന ലക്ഷണങ്ങൾ. ഇതിനെന്താണ് പ്രതിവിധി? വ്യക്തിയുമായി ശാന്തമായി സംസാരിക്കുക, അഭിപ്രായങ്ങളും ചോദ്യങ്ങളും ശ്രദ്ധിക്കുക, കാഴ്ചപ്പാടുകൾ അറിയുക, പ്രഭാഷണങ്ങളും ഭയപ്പെടുത്തുന്ന തന്ത്രങ്ങളും ഒഴിവാക്കുക. തുടക്കത്തിൽ രസത്തിന് വേണ്ടിയുള്ള മയക്കുമരുന്ന് ഉപയോഗം അമിതമായ ഉപയോഗമോ ആസക്തിയോ ആയി മാറുകയും അപകടങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആരോഗ്യത്തെയും രൂപത്തെയും കായികശേഷിയെയും മയക്കുമരുന്ന് ഉപയോഗം എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്ന് ഊന്നിപ്പറയുക. വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ എവിടെയാണെന്നും സമയം ചെലവഴിക്കുന്നത് എങ്ങനെയാണെന്നും ശ്രദ്ധിക്കുക. വഴിതെറ്റിയുള്ള സന്ദേശങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുക. വ്യക്തിയുടെ സുഹൃത്തുക്കളെ അറിയുക. അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വ്യക്തിയും ലഹരി പരീക്ഷിക്കാനുള്ള സമ്മർദ്ദം അനുഭവിച്ചേക്കാം. കൂട്ടുകാരുടെ സമ്മർദ്ദത്തെ ചെറുക്കാനുള്ള വഴികൾ, മയക്കുമരുന്ന് ഓഫറുകൾ എങ്ങനെ നിരസിക്കാം എന്നിവയെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുക. ചികിത്സയിൽ പിന്തുണ നൽകുക. വ്യക്തിയിലല്ല പെരുമാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അനുഭവപാഠങ്ങൾ പങ്കിടുക. ശക്തമായ ഒരു ബന്ധം ലഹരിയിൽ നിന്ന് വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ സഹായിക്കും. ആവശ്യമെങ്കിൽ ഡോക്ടറെയോ കൗൺസിലറെയോ മറ്റ് ആരോഗ്യ പ്രവർത്തകരെയോ ബന്ധപ്പെടുക. ചികിത്സാ പദ്ധതികൾ നടപ്പാക്കുക. അപ്പോൾ ഗൈസ്, സേ നോ ടു ഡ്രഗ്സ്. ഇനിയൊരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്. താങ്ക് യു.